തുഴതാളത്തിൽ ചേരി വരുന്നേ ചുണ്ടൻ വള്ളങ്ങൾ അകതാരാകെ ആവേശത്തിൻ പൂരക്കൊടിയേറ്റം ആലപ്പുഴയുടെ ധനവും മനവും. ഞാൻ കുറച്ച് വർഷങ്ങളായിട്ട് നെഹ്റു ട്രോഫിയുടെ പാട്ടുകൾ ചെയ്യുന്നുണ്ട്. വള്ളംകളി എന്ന് പറയുന്നത് നമ്മുടെ ഒരു വികാരമാണല്ലോ. നമ്മൾ നോർമലി ഈ വള്ളംകളിയായിട്ട് ബന്ധപ്പെട്ട പാട്ടെന്നൊക്കെ പറയുമ്പോൾ നാടൻ പാട്ടൊക്കെ കേട്ടിട്ട് കുറച്ച് ഇതായിട്ടുള്ളൊരു മെയിൽ സൗണ്ടാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷെ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ട് അത് അടിപൊളിയായിട്ട് വരികയും ചെയ്തു. സ്റ്റാർട്ടിങ് ടു ഇവിടെ വരെ എന്താ ചേച്ചിക്ക് ഫീൽ ചെയ്യുന്നത് ശരിക്കും? ഭയങ്കര അതൊരു പ്രൗഡായിട്ടുള്ളൊരു സംഭവമാണ്. കാരണം ഇറ്റ് വാസ് നോട്ട് ഈസി. അത് അത്രയും ഒരു ഈസി ആയിട്ടുള്ളൊരു ടാസ്ക് അല്ലായിരുന്നു. ഒരുപാട് ഫെയിലിയേഴ്സ്, ഒരുപാട് സക്സസ്സുകൾ, ഒരുപാട് ട്രാവൽസ്, ഒരുപാട് സന്തോഷങ്ങൾ, സങ്കടങ്ങൾ, ഇതൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു ജേണിയാണ് ഈ അമൃതംഗമയുടെ 10 വർഷം എന്ന് പറയുമ്പോൾ. ഏറ്റവും എന്നെ തന്നെ വിശ്വാസമുള്ളതും എനിക്ക് എന്നെ ഏറ്റവും ഇഷ്ടമുള്ളതും ആയിട്ടുള്ളൊരു സ്ഥലം എന്ന് പറഞ്ഞ സ്റ്റേജാണ്. ഞാൻ ഇപ്പോഴും പറയുന്ന കാര്യം, 2 ഗാഡ്ജറ്റ്സ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. ഒന്ന് മൈക്കും, ഒന്ന് സ്റ്റിയറിങ്ങും. അപ്പോൾ ഈ 2 സ്ഥലങ്ങളിൽ ഐ എം 100% കോൺഫിഡൻറ്റ്. എനിക്ക് വേണ്ടി കുറേ ചീത്തപ്പേര് കേട്ടിട്ടുള്ളതും തെറി കേട്ടിട്ടുള്ളതും ഒക്കെ അബിയാണ്. അപ്പം ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് പാവം. ഞാനെന്നുള്ളൊരു ചേച്ചി ഉള്ളത് കൊണ്ട് തന്നെ അത് അബി അല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ കാണാനുള്ളിലുള്ള ഭയമോ വന്നായി വന്നിരുന്നു വെറുതെ. എൻ്റെ കണ്ണാലെ കണ്ണാലെ എന്ന് പറഞ്ഞൊരു പാട്ട് കഴിഞ്ഞ ആഴ്ച റിലീസായിട്ടുണ്ട്. ഒരു ലവ് സോങ് ആണ്. അതെല്ലാവരും പോയി കാണാം. കണ്ണാലെ കണ്ണാലെ പ്രൊമോഷൻ. ഞാൻ ഓവർ ടാലന്റഡ് ആണല്ലോ, അതാണല്ലോ എൻ്റെ ഒരു മലയാളത്തിൽ പറയാമോ? അമൃത സുരേഷ് സ്കോറിംഗ് വിത്ത് 1 point. ഞാൻ ഇപ്പോഴും സ്കോറിംഗ് 1 point. എടാ ഇവൾക്ക് ശരിക്കും അറിയില്ല. ശരിക്കും അറിയത്തില്ല, അതാ ഞാൻ പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ കരുണാമൻ എന്ന് പറഞ്ഞൊരു ഭക്തഗാനമുണ്ട്. അത് വിശ്വസിച്ചിട്ടാണ് പാടുന്നത്. സാധിക്കുമെങ്കിൽ ഒന്ന് കേട്ട് നോക്കാം ഭാവിയിൽ എപ്പോഴെങ്കിലും ഒക്കെ. സത്യമായിട്ട് ഞാനല്ലാണ്ട് ചിരിക്കുന്നത്, എന്നെ ചിരിപ്പിക്കുന്നു.